ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത്. 286 ആയത്തുകളാണ് ഈ സൂറത്തിന് മുഴുവനുമായും ഉള്ളത്. ഈ സൂറത്തിൻ്റെ അവതരണം വിവിധ കാലഘട്ടങ്ങളിലൂടെയാണ്. അതിൽ നല്ലൊരു ശതമാനവും മദീനയിൽ തന്നെയാണ് അവതരിച്ചതെങ്കിലും ഈ സൂറത്തിൻ്റെ അവസാനത്തെ രണ്ടായത്തുകൾ, അതിപ്രധാനമായ രണ്ടായത്തുകൾ, ആ ആയത്തുകളെക്കുറിച്ച് നിരവധി ഹദീസുകളുണ്ട്. ആയത്തുകളിൽ നിരവധി പ്രാർത്ഥനകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആയത്തുകൾ അത് മക്കയിൽ അവതരിച്ച ആയത്തുകളാണ് എന്ന രീതിയിൽ നമുക്ക് റിപ്പോർട്ടുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലത്ത് അവതരിച്ച ആയത്തുകൾ എന്ന രീതിയിലാണ് അത് റിപ്പോർട്ടുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആമൻ റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി എന്ന് തുടങ്ങുന്ന ആ ഇസ്ലാമിൻ്റെ വിശ്വാസം എന്താണെന്നും ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങൾ എന്താണെന്നും അതിൻ്റെ കൂടെ തന്നെ മുൻകാല സമൂഹങ്ങളോടുമുള്ള, മുൻകാല പ്രവാചകന്മാരോടും കിതാബുകളോടും ഉള്ള ഇസ്ലാമിൻ്റെ സമീപനം എന്തൊക്കെയാണെന്നും ഈ ആയത്തുകളിൽ നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ ഒരു വിശ്വാസിക്ക് അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്വം എന്താണ്, ഒരു വിശ്വാസികളോട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും എന്നൊക്കെ തരത്തിൽ വിശദീകരിക്കുന്ന ഈ അവസാനത്തെ രണ്ടായത്തുകൾ മക്കി ആയത്തുകൾ എന്ന രീതിയിലാണ് നമുക്ക് റിപ്പോർട്ടുകൾ കാണുവാൻ കഴിയുന്നത്. ബാക്കി മുഴുവനും ആയത്തുകളും 284 ആയത്തുകൾ എല്ലാം മദീനയിൽ അവതരിച്ചത് തന്നെ എന്ന രീതിയിൽ നമുക്ക് റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. സൂറത്തിൻ്റെ പേര് ബഖറ എന്നാണ്. ഈ ബഖറ എന്നത് പരിശുദ്ധ ഖുർആൻ തന്നെ സൂറ ബഖറയിൽ 67 ആയത്ത് മുതൽ 73 വരെയുള്ള ആയത്തുകളിൽ ബനു ഇസ്രായേൽ സമൂഹത്തിലെ അവർക്കിടയിൽ രൂപപ്പെട്ട ഒരു അനാചാരവുമായി ബന്ധപ്പെട്ട്, ഒരു പശുക്കുട്ടിയുമായൊക്കെ ബന്ധപ്പെട്ട് നടന്ന ഒരു വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അൽ ബഖറ എന്നുള്ള പേര് ഈ സൂറത്തിന് വന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തിന് ഏതെങ്കിലും ഒരു പേര് കൊടുക്കുന്നത് ആ പേര് കൊണ്ടാണ്, ആ പേരിൽ വിഷയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു എന്നതുകൊണ്ടല്ല. സൂറ ബഖറ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 286 ആയത്തുകളുള്ള, ധാരാളം വിഷയങ്ങളുള്ള, ഒരുപാട് ചർച്ചയ്ക്ക് സാധ്യതകളുള്ള ഒരു സൂറത്തിനെ അത് മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടൈറ്റിൽ കൊടുക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ പശുവിനെ കുറിച്ച് പരാമർശിച്ച ഒരു ഭാഗത്തിൽ നിന്നുള്ള ഒരു ബഖറ എന്ന് പറയുന്ന പദം തിരഞ്ഞെടുത്തു എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞിരുന്നു. മക്ക കാലഘട്ടത്തിലെ ആ രണ്ടായത്തുകൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം അത് മദീനയുടെ പശ്ചാത്തലത്തിലാണ് ഇറങ്ങിയതെന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയുടെ തുടക്കം മുതൽ അവസാനം വരെ, നബിയുടെ വഫാത്ത് വരെയുള്ള കാലഘട്ടം വരെ നീണ്ടു കിടക്കുന്ന ഒരു പശ്ചാത്തലം ഈ സൂറത്തിലുണ്ട്. അവസാനം ഇറങ്ങിയ ആയത്ത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ആയത്ത് പോലും ഈ സൂറത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതായത് ഹിജ്റയ്ക്ക് ശേഷമുള്ള ആ കാലഘട്ടം മുഴുവൻ വിവിധ കാല സമയത്തിൽ അവതരിച്ച ആയത്തുകളുടെ തന്നെ ഒരു മുഴുവൻ നമുക്ക് ഈ സൂറ അൽ ബഖറയിൽ കാണുവാൻ കഴിയും. അതിന് പ്രധാനമായ കാരണം ഈ സൂറത്തിൽ നിരവധി വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് നിയമവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നു. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ ഹിജറയ്ക്ക് ശേഷം വന്ന സൂറത്ത് എന്ന നിലയിൽ എന്നതുകൊണ്ട് തന്നെ മദീനയിലെ പ്രധാന വിശ്വാസി സമൂഹത്തെയും അവിടുത്തെ ജനങ്ങളെയും, ജനങ്ങൾക്കിടയിലുള്ള വ്യത്യസ്ത ഗ്രൂപ്പുകളെയും അവരുടെ തന്നെ വിശ്വാസത്തെയും എല്ലാം ശക്തമായി അവലോകനം ചെയ്യുന്ന ഒരു സൂറത്ത് എന്ന നിലയിലും, അതുകൊണ്ടും കൂടിയാവാം ഈ ഒരു 10 വർഷത്തിൻ്റെ കാലയളവിൽ കൂടിയാണ് ഈ സൂറത്ത് അവതരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ സൂറത്തിൽ പൊതുവായി നിരവധി വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതായത് ഈ സൂറത്തിൻ്റെ പൊതുവായ വിഷയം അത് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എന്താണ്, ആ നിയമങ്ങളെ അനുസരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം, നോമ്പും വ്രതവും ഹജ്ജുമായി ബന്ധപ്പെട്ട ചർച്ച, അത് ഉംറയും കൂടി അതിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഭക്ഷണവുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് പന്നി മാംസവും അതുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമുക്ക് ഈ സൂറത്തിൽ കാണാം.
അതിൻ്റെ കൂടെ സ്ത്രീകളുടെ അവകാശവുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട്. ഫാമിലി, കുടുംബം, അതിൻ്റെ ബന്ധം, അതിൻ്റെ പവിത്രത, അത് നിലനിൽക്കേണ്ട ആവശ്യകതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്കിതിൽ കാണാം. സൂറത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ അനിവാര്യത നമുക്കിതിൽ കൂടുതൽ വിശദീകരിക്കുന്നത് കാണാം. അതിൻ്റെ കൂടെ തന്നെ മുസ്ലിങ്ങൾക്ക് പൊതുവായ വിശ്വാസികളോടുള്ള നിരവധി കൽപ്പനകൾ, അത് വ്യക്തിഗതവും അതുപോലെ തന്നെ കുടുംബവും സാമൂഹികവും മതപരം, പ്രത്യേകിച്ച് അദബ്, സാംസ്കാരികവുമായ സ്വഭാവപരമായ വിവിധ നിയമങ്ങളും ശാസനകളും നമുക്ക് ഈ സൂറത്തിൽ കാണാം. അതുപോലെ തന്നെ കച്ചവട മേഖലയിലെയും പ്രത്യേകിച്ച് കടവുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യൻ്റെ വിശ്വാസികളുടെ ഡീലിങ്ങിൽ, അവരുടെ ഇടപാടുകളിൽ സൂക്ഷിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചും നമുക്ക് ഈ സൂറത്തിൽ കാണാം. ഇങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട്. ഞാൻ പറഞ്ഞതും പറയാത്തതുമായ വളരെ മൈന്യൂട്ടായി തന്നെ വിഷയങ്ങൾ സംസാരിക്കുന്നതും നമുക്ക് ഈ സൂറത്തിൽ കാണുവാൻ കഴിയും. അതിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ കൈകാര്യം ചെയ്യുന്നത് വിശ്വാസത്തെ തന്നെയാണ്. നമ്മൾ ആദ്യത്തെ 5 ആയത്തുകൾ, ഒരുപക്ഷെ ഖുർആൻ തുറന്നു നോക്കുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്ന ആദ്യത്തെ 5 ആയത്തുകൾ തന്നെ നോക്കുക. അലിഫ് ലാം മീം എന്ന് പറയുന്ന ഒരു പ്രത്യേക സവിശേഷമായ പദങ്ങൾ കൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത് തന്നെ. സാധാരണ അറേബ്യൻ സമൂഹത്തിൽ അവരുടെ ശ്രദ്ധ ക്ഷണിക്കുക എന്ന രീതിയിൽ പ്രത്യേക പദപ്രയോഗങ്ങളിലൂടെ ഈ ആൾക്കാരെ ശ്രദ്ധ ക്ഷണിക്കാനുള്ള സമീപനം സ്വീകരിക്കാറുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമെന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. കാരണം അലിഫ് ലാം മീം എന്നതും അത് ഉച്ചരിക്കുന്നതിലൂടെ ആൾക്കാരെ ശ്രദ്ധ ക്ഷണിക്കാൻ കാരണമാകുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. ഇതിന് വേറെയും ചില വിശദീകരണങ്ങളും ഉണ്ടെങ്കിൽ പോലും സാധാരണ ഈ വിശദീകരണത്തിനാണ് കൂടുതൽ ഊന്നൽ നൽകപ്പെടാറുള്ളത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ സവിശേഷതയും ആ ഖുർആനിൽ വിശ്വസിക്കുന്നവരുടെ വിശ്വാസികളുടെ സ്വഭാവ ഗുണങ്ങളും ഈ ആദ്യത്തെ ആയത്തുകളിൽ വിശദീകരിക്കുന്നുണ്ട്. കാരണം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നതിൽ അതിൽ യാതൊരു സംശയവുമില്ല, അത് മുത്തഖികൾക്ക്, ജാഗ്രതയും സൂക്ഷ്മതയും പാലിക്കുന്ന ഭക്തരായ വിശ്വാസികൾക്കുള്ള സന്മാർഗമാണ് ഇതെന്ന് ഖുർആനിനെ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. ഈ മുത്തഖികൾ ആരാണ്, ഈ ജാഗ്രതയും സൂക്ഷ്മതയും പുലർത്തുന്നത് ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് പറയുന്നത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്നാണ്. അതായത് അള്ളാഹുവിനെ, അദൃശ്യനായ അള്ളാഹുവിൽ വിശ്വസിക്കുക. വിശ്വാസത്തിൻ്റെ പ്രത്യേകത പോലും കാണുന്നതിലുള്ള വിശ്വാസത്തിനേക്കാളും അപ്പുറം കാണാത്തതിലുള്ള വിശ്വാസം പുലർത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈമാനും തഖ്വയും സൂക്ഷ്മതയും ജാഗ്രതയും വളർത്തുന്ന വിശ്വാസികളുടെ ഒരു സവിശേഷത ഈ ആയത്തിൽ പറയുന്നത് കാണാം. അതിൻ്റെ കൂടെ തന്നെ, അതായത് അള്ളാഹുവിനെ കാണാതെ വിശ്വസിക്കാൻ കഴിയുക, അതിൻ്റെ കൂടെ നമസ്കാരം നിലനിർത്തുക, അതിൻ്റെ കൂടെ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, വിശ്വാസിയുടെ ഗുണമായി പറയുന്നത് അള്ളാഹു അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരാണ്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ സഹായ സഹകരണത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ ക്ഷേമപ്രവർത്തനത്തിന് വേണ്ടി സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് ചെലവഴിക്കുന്നവരും കൂടെയാണ് വിശ്വാസികൾ. അവിടെ ആലോചിച്ച് നോക്കുക, ആദ്യം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് മുത്തഖി എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ആദ്യം തന്നെ പറയുന്നത് അള്ളാഹുവിനെ കാണാതെ വിശ്വസിക്കുക, നമസ്കാരം നിലനിർത്തുക. അതായത് നമസ്കാരം നിലനിർത്തുക എന്നത് ഒരു പക്ഷേ എല്ലാ തരത്തിലുള്ള ഇബാദത്തുകളുടെയും ആരാധനകളുടെയും ഒരു മുഖം എന്ന നിലയിൽ നമസ്കാരത്തെ പരാമർശിച്ചതുമാവാം. റിച്വലുകൾ നിലനിർത്തുന്നവർ എന്നുള്ളൊരു അർത്ഥവും കാണാം. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു നമസ്കാരം നിലനിർത്തുക, ഒരു റിച്വൽ കണ്ടിന്യൂ ചെയ്യുക, വിശ്വാസം പുലർത്തുക എന്നതിനേക്കാളും അപ്പുറം അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയായി പറയുന്നത് അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവർ എന്നുള്ളതാണ്. അതായത് നല്ല മാർഗത്തിൽ, ക്ഷേമപ്രവർത്തനങ്ങളിൽ, ജനങ്ങളുടെ സഹായ കാര്യങ്ങളിലെല്ലാം അതിൽ സാമ്പത്തിക വിനിയോഗം നടത്തുകയും ചെയ്യുന്നവർ എന്ന രീതിയിലാണ് വിശ്വാസിയെ, മുത്തഖിയെ അള്ളാഹു ഈ ആയത്തിൽ പരിചയപ്പെടുത്തുന്നത്. അതിനുശേഷം വീണ്ടും പറയുന്നുണ്ട് വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. അതായത് ഈ വിശ്വാസികളുടെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിച്ചു കൊടുത്ത വേദങ്ങളിൽ വിശ്വസിക്കുകയും അതിനു മുമ്പുള്ള വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുകയും പരലോകത്തിൻ്റെ കാര്യത്തിൽ വളരെ ദൃഢമായ ജ്ഞാനം ഉള്ളവരും കൂടിയിട്ടാണ് ഈ മുത്തഖികൾ എന്ന രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച വേദഗ്രന്ഥത്തിൽ മാത്രം വിശ്വസിച്ചാൽ പോരാ, മുൻകാല വേദഗ്രന്ഥങ്ങളിലൂടെ വിശ്വസിക്കുക എന്ന് പറയുന്നൊരു പോയിന്റ് അവിടെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ളവരാണ് ശരിയായ വഴിയിലുള്ളവർ. അതായത് മുൻകാല പ്രവാചകന്മാരിലും നല്ല ധാരണയും വിശ്വാസവും വേണം.
അവരായിരിക്കും ഉലായിക്കഹുമുൽ മുഫ്ലിഹൂൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ 5 ആയത്തിൽ പറയുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വന്നത് ആദ്യത്തെ 5 ആയത്തുകളിൽ പോലും ഒരു വിശ്വാസി ആരായിരിക്കണം എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് പ്രധാനമായും പോകുന്നത്. അതിന് തൊട്ട് ആയത്തുകൾക്ക് ശേഷം നമുക്ക് കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനോട് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആൾക്കാരെ, അതായത് കാഫിറുകളെ, അവരുടെ അവസ്ഥയെ, അവരുടെ മാനസിക ഘടനയെ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാണാം. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നീ നബിയോട് പറയാണ്, നബിയെ താങ്കൾ അവർക്ക് മുന്നറിയിപ്പ് നൽകിയാലും ശരി ഇല്ലെങ്കിലും ശരി ഇങ്ങനെയുള്ളവർ വിശ്വസിക്കാൻ പോകുന്നില്ല. അവർ അവരുടെ ഹൃദയങ്ങൾ അടച്ചു വെച്ചിരിക്കുകയാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ വലഹും അദാബുൻ അളീം ആണ് പറയുന്നത്. അള്ളാഹു അടച്ചു എന്നാണ്. അതായത് അള്ളാഹു അടച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവരടച്ചത് കൊണ്ട് എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന രീതിയിൽ അള്ളാഹും തീരുമാനിച്ചു എന്ന രീതിയിലാണ് പറയുന്നത്. അതായത് ഒരിക്കലും തയ്യാറാവാത്ത തരത്തിലേക്ക് ദൈവനിഷേധത്തിൻ്റെ ഒരു പ്രവണത അവർ കാണിച്ചു എന്ന രീതിയിലാണ് ഈമാനെയും ഈമാൻ വിശ്വസിക്കുന്നവരെയും കാര്യം പറഞ്ഞ ശേഷം അള്ളാഹു അതിനെതിരായ ആൾക്കാരെയും പറയുന്നത്. അത് മാത്രമല്ല, അതിന് തൊട്ടടുത്തതിന് ശേഷം വിശുദ്ധ ഖുർആനിൽ മൂന്നാമതായി വിശ്വാസത്തിനെതിരായ, നന്മയുടെ വിരുദ്ധരായ, ഒരു ക്ഷേമപ്രവർത്തനത്തിനും താല്പര്യം കാണിക്കാത്ത ആൾക്കാർ, അതായത് കാഫറുകളെ പറഞ്ഞ ശേഷം മൂന്നാമതായി പറയുന്നത് മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 3 തരത്തിലുള്ള വിഭാഗങ്ങളെ ഈ ആയത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. അതായത് വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, നബിയെ താങ്കൾക്കിടയിൽ ചില ആൾക്കാരുണ്ട്, അവർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു, എന്നാൽ അവരൊരിക്കലും വിശ്വാസികളല്ല. അവർ യുഹാദിഊന അല്ലാഹ വല്ലദീന ആമനു, അവർ അള്ളാഹുവിനെയും വിശ്വാസികളെയും ചതിക്കുന്നവരാണ്, അവർ വഞ്ചിക്കുന്നവരാണ്. എന്നിട്ട് അള്ളാഹ് പറയുന്നത് യഥാർത്ഥത്തിൽ അവരെ തന്നെ ചതിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു അവരുടെ ഹൃദയങ്ങളിൽ രോഗമാണുള്ളത്. ഇത്തരത്തിൽ അവരോട് വൈദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർള് ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, അവരോട് ഈ ഫസാദ്, സമൂഹത്തിൽ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞാലും അവർ പറയും ഞങ്ങൾ റിഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണ്, ഞങ്ങൾ പരിഷ്കർത്താക്കളാണെന്ന രീതിയിലാണ് അവർ പറയുക. എന്നാൽ അള്ളാഹു പറയുന്നു അല ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ വലാകിൻ ലാ യശ്ഉറൂൻ, എന്നാൽ അവർ നാശകാരികളാണ്, അവർ ഈ വിഷയത്തെക്കുറിച്ചൊന്നും ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നില്ല എന്ന രീതിയിലാണ് പറയുന്നത്. എന്നിട്ട് അവരോട് ശരിയായ രീതിയിൽ വിശ്വസിക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അവർ പറയും ഈ വിഡ്ഢികളെ പോലെയൊക്കെ ഞങ്ങൾ എന്തിനാണ് വിശ്വസിക്കുന്നത് എന്ന രീതിയിൽ വിശ്വാസികളെ കളിയാക്കുന്ന ഒരു രീതിയും ഇവർ സ്വീകരിക്കുന്നതായി നമുക്ക് കാണാം. അതായത് ഇങ്ങനെ വ്യത്യസ്തമായ കൗമിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറ ബഖറയിൽ ആദ്യ ഭാഗത്ത് തന്നെ പരിചയപ്പെടുത്തുന്നത്. അതിൽ ഒന്നാമത് യഹൂദരെയാണ്. കാരണം യഹൂദ ജനവിഭാഗം, ബനു ഇസ്രായേലിലെ പ്രധാന വിഭാഗമായ യഹൂദർ മക്കയിലെ ഭൂരിപക്ഷമായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അതായത് അവരുടെ തൗറാത്തിൽ തന്നെയും ഒരു പ്രവാചകനെ കുറിച്ചിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അവരുടെ വിഭാഗത്തിൽ ഒരു നബി വന്നില്ല എന്നതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെ, വരവിനെ ശക്തമായി നിഷേധിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുഫ്ർ എന്ന് പറയുന്നത് നേരിട്ട് ഒരു പക്ഷേ യഹൂദികളും, അതായത് ബനു ഇസ്രായേലുകളുമായി ബന്ധപ്പെട്ട വിഷയമാവാം. അതുകൊണ്ട് തന്നെ ഈ സൂറത്തിലെ പ്രധാനപ്പെട്ട വിഷയം അത് ബനു ഇസ്രായേലിനെ കുറിച്ച് തന്നെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. കാരണം നമുക്കറിയാം ഈ മൂസ അലൈഹി ഇസ്ലാമിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഒരു കാലഘട്ടത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ ഏകദേശം 19-20 നൂറ്റാണ്ടുകളുടെ ഒരു ഡിഫറൻസ് ഇവർക്കിടയിലുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസവും നമുക്ക് ചരിത്രത്തിൽ കാണാം. മൂസാ നബി, ഇസ്രായേലി ചരിത്രത്തിൻ്റെ കണക്കനുസരിച്ചിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാം ക്രിസ്തുവിന് മുമ്പ്, ഈസാ നബിക്ക് മുമ്പ് 1272 മരണമടഞ്ഞത് എന്ന് പറയുന്ന ഒരു ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം ലഭിക്കുന്നത് 610 ഒരു ക്രിസ്താബ്ദം, അതായത് ഈ AD 610 കൂടാണ് നുബുവത്ത് ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് കാണാം. അപ്പോൾ ഇവരുടെ ഈ ബനു ഇസ്രായേൽ സമൂഹത്തിൽ അവരുടെ ജീവിതത്തിലും അവരുടെ വേദഗ്രന്ഥമായ തൗറാത്തിനോട് അവർ കാണിച്ച പ്രവർത്തനം, അതിൽ കൂട്ടിക്കലർത്തിയതിനെ കുറിച്ചും, അതുമാത്രമല്ല വാക്കിലും അർത്ഥത്തിലും അവർ വരുത്തിയ മാറ്റങ്ങൾ, അതിൽ വരുത്തിയ അലങ്കോല പണികൾ,
അതിൻ്റെ കൂടെ തന്നെ ബാഹ്യമായ ചില മതാനുഷ്ഠാനങ്ങളെ കൊണ്ടു നടക്കുന്ന അവരുടെ അവസ്ഥ, അവർക്കിടയിലെ പണ്ഡിത പുരോഹിതന്മാരും സമുദായ നേതാക്കളും എല്ലാം വളരെ ദുഷിച്ചു കഴിഞ്ഞ ഒരു സാഹചര്യം, ഇതൊക്കെയും ഈ സൂറത്തിൽ നന്നായി വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. അപ്പോൾ അതിനൊക്കെ മറുപടി എന്ന നിലയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങളെ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ അള്ളാഹു സുബ്ഹാനഹു ശരിക്കും വിശദീകരിക്കുന്നുണ്ട്. അതായത് അനാചാരങ്ങളും ദൈവവിധികളെ മാറ്റിമറിക്കൽ, ദുർവ്യാഖ്യാനങ്ങൾ, തെറ്റായ വിവാദങ്ങൾ, തർക്കവിതർക്കങ്ങൾ, വർഗീയവും പാർട്ടിപരമായ വടംവലികൾ, ഉപരിവിപ്ലവമായ ചിന്തകൾ, അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധമില്ലായ്മ, ഭൗതിക പൂജ, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ വരുന്നതോടുകൂടി അവരുടെ ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുകയും അവരെ ശരിയായ രീതിയിൽ ദഅവത്ത് നടത്തുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഈ സൂറത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. മറ്റൊരു വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് എത്തുകയും അവിടെ പുതിയ സമൂഹത്തെ വാർത്തെടുക്കുകയും രൂപപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായി അൻസാരികളെന്നും മുഹാജിറുകളെന്നും പറയുന്ന രണ്ട് വിഭാഗങ്ങളിലൂടെ ഒരു ഇസ്ലാമിക ഭരണകൂടം രൂപപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ മദീനയിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളെ, വിശ്വാസികൾക്കിടയിൽ ഉണ്ടാകുന്ന ചില ഗ്രൂപ്പുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ കൈകാര്യം ചെയ്യുന്നത് കാണുവാൻ കഴിയും. കാരണം പുതിയൊരു സമൂഹം രൂപപ്പെടുകയും അവിടെ വിശ്വാസത്തോട് ശരിയായ രീതിയിൽ നിലപാട് സ്വീകരിക്കാത്ത ഒരു സമൂഹം അവർക്കിടെ രൂപപ്പെടുന്നു. അതിനെയാണ് നമ്മൾ മുനാഫിഖ് എന്ന് വിളിക്കുന്നത്. ഈ മുനാഫിക്കുകളുടെ അവസ്ഥ തന്നെ നമുക്ക് ഈ സൂറത്തിൽ വളരെ വിശദമായി തന്നെ പറയുന്നത് കാണുവാൻ കഴിയും. അതായത് ഒരു തരത്തിൽ അള്ളാഹുവിനോടും അല്ലെങ്കിൽ ഇസ്ലാമിനോടും ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കാത്ത ഒരു വിഭാഗം. നമുക്ക് മുനാഫിക്കുകളെ കുറിച്ച് സൂറ അൻകബൂത്ത് അതിൽ മക്കയിൽ പോലും അവരുടെ സാന്നിധ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. സൂറ അൻകബൂത്തിലെ ചില ആയത്തുകളിൽ അത് മക്കയിൽ അവരുടെ ചില സാന്നിധ്യം പരാമർശിക്കുന്നുണ്ട്. എന്നാൽ അത് കൂടുതൽ ശക്തമാവുന്നത് അത് മദീനയിലായിരുന്നു. കാരണം അവരുടെ ചില രീതികൾ ഈ സൂറത്തിൽ പറയുന്നുണ്ട്. അതായത് ഇസ്ലാം സത്യമാണെന്നും തങ്ങൾക്കെതിരിൽ വിശ്വാസമുണ്ടെന്ന് സമ്മതിക്കുകയും എന്നാൽ ആ സത്യത്തിന് വേണ്ടി സ്വന്തം താല്പര്യങ്ങൾ ബലിയർപ്പിക്കാനോ ഭൗതിക ബന്ധങ്ങൾ മുറിക്കാനോ സത്യമാർഗം അംഗീകരിക്കുന്നതോടെ വന്നു പതിക്കാൻ തുടങ്ങിയിരുന്ന കഷ്ടനഷ്ടങ്ങൾ സഹിക്കാനോ ഈ വിഭാഗം തയ്യാറായിരുന്നില്ല. അതായിരുന്നു മക്കയിലെ ഒരു അവസ്ഥ. എന്നാൽ മദീനയിലെത്തിയപ്പോഴോ അവിടെ ഈ വിഭാഗം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ വേറെ ചില മുനാഫിക്ക് വിഭാഗങ്ങളും മദീനയിൽ രൂപപ്പെട്ടു. അതായത് ഇസ്ലാമിൽ വിശ്വസിക്കാതെ സംഘടനയ്ക്കുള്ളിൽ ഈ മുസ്ലിം സമൂഹത്തിനുള്ളിൽ കുഴപ്പം സൃഷ്ടിക്കാൻ മാത്രം കടന്നുകൂടിയ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. മറ്റൊരു വിഭാഗം ഇസ്ലാമിക സംഘടനയുടെ ഈ മുസ്ലിം സമൂഹത്തിന്റെ അധികാര പരിധിക്കുള്ളിൽ പോയത് കാരണം മുസ്ലിങ്ങളായി അഭിനയിക്കുകയും മറുവശത്ത് ഇസ്ലാമിന്റെ എതിരാളികളുമായി ബന്ധം പുലർത്തുകയും ചെയ്യുന്നതിലാണ് തങ്ങൾക്ക് നേട്ടമെന്ന് മനസ്സിലാക്കിയ മറ്റൊരു വിഭാഗം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ രണ്ട് ഭാഗത്തുമുള്ള നന്മകൾ, ഇവരാണെങ്കിൽ ഈ ടീം ഈ രണ്ട് ഭാഗത്തുമുള്ള നന്മകൾ ആസ്വദിക്കുന്നതോടൊപ്പം ഈ രണ്ട് വിഭാഗത്തിന്റെയും ആപത്തുകളിൽ നിന്ന് രക്ഷ തേടുകയും ചെയ്യാമെന്ന് ഈ വിഭാഗം ആലോചിച്ചിരുന്നു. മൂന്നാമത്തെ ഒരു വിഭാഗം ഇസ്ലാമിനെതിരെയുമുള്ളവർക്കിടയിൽ സംശയാലുക്കളായി ആടിക്കളിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ഇസ്ലാം സത്യം എന്നവർക്ക് പൂർണ്ണമായും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ കുടുംബത്തിലെയും ഗോത്രത്തിലെയും മിക്ക പേരും മുസ്ലിങ്ങളായി കഴിഞ്ഞതിനാൽ അവരും മുസ്ലിങ്ങളായി വേഷം സ്വീകരിക്കുകയാണ് ചെയ്തത്. മറ്റൊരു വിഭാഗം മുനാഫിക്കുകളെ നമുക്ക് ഈ സൂറത്തിൽ കാണാം. സത്യദീൻ എന്ന നിലയ്ക്ക് ഇസ്ലാമിനെ സമ്മതിക്കുന്നവരാണെങ്കിലും അനിസ്ലാമികമായ ആചാര സമ്പ്രദായങ്ങളും ദുർനടപടികളും അന്ധവിശ്വാസപരമായ ഊഹാപോഹങ്ങളും കൈയൊഴിക്കാനോ ഇസ്ലാമിന്റെ ധാർമ്മിക സദാചാര നിബന്ധനകൾ കൈക്കൊള്ളാനോ അതുപോലെ കടമകളും ബാധ്യതകളുമാവുന്ന ഭാരം വഹിക്കാനോ ഒരുക്കമില്ലാത്തവരായിരുന്നു ഈ വിഭാഗം. ഇങ്ങനെ വിവിധ തരം മുനാഫിക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല ഭാഗങ്ങളിലൂടെ പരാമർശിക്കുന്നതും നമുക്ക് കാണാം. അതായത് ഇത്രയും വളരെ വിസ്തൃതമായ പലതരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർ, അവരെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പല തരത്തിലൂടെ ഈ സൂറത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ചില ആയത്തുകൾ നോക്കുമ്പോൾ കാണാൻ കഴിയും. അതായത് വൈദാ ലഖുല്ലദീന ആമനു, ഈ ടീം അവര് വിശ്വാസികളെ കാണുകയാണെങ്കിൽ ഖാലു ആമന്ന, അവർ പറയും നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു.
വഇദാ ഖലൗ ഇലാ ഷയാത്തീനിഹിം ഖാലു ഇന്നാ മഅക്കും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ. അതായത് അവരുടെ കൂട്ടുകാരിലേക്ക്, ഷെയ്ത്താൻ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കൂട്ടുകാരെ പരാമർശിച്ചത്. അവരുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോവുകയാണെങ്കിലോ അവർ പറയും ഞങ്ങൾ നിങ്ങൾക്കൊപ്പോ, ഞങ്ങൾ ചുമ്മാ കളിയാക്കുകയാണ്, തമാശിക്കുകയാണ് എന്ന രീതിയിലായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇങ്ങനെയുള്ളവരെ കുറിച്ച് അള്ളാഹ് പറഞ്ഞു, അള്ളാഹു യസ്തഹ്സിഉ ബിഹിം, അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ അവരെ കൊണ്ട് പരിഹസിക്കുന്നത്. വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ, അവര് ഇങ്ങനെയുള്ളവരുടെ അവരുടെ അതിക്രമങ്ങൾ അയച്ചു വിട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും. അതായത് അവർ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഉലൈക്കല്ലദീന ഇശ്തറൗ ദലാലത ബിൽ ഹുദാ, അവർ ഈ ഹുദയെ, സന്മാർഗത്തിന് പകരം അന്ധകാരത്തെ, വഴികേടിനെ വിലക്ക് വാങ്ങിയവരാണ് അവർ. ഫമാ റബിഹത് തിജാറത്തുഹും, അവർക്ക് ഈ കച്ചവടത്തിൽ യാതൊരു പ്രയോജനവും ഒരു ലാഭവും കിട്ടുകയില്ല. വമാ കാനൂ മുഹ്തദീൻ, അവർക്ക് ഹിദായത്ത് ലഭിക്കുകയില്ല എന്ന രീതിയിൽ ഏകദേശം 13, 14, 15 ആയത്തുകളിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈ മുനാഫിക്കുകളുടെ ഈ ജീവിത രീതിയെ കൂടുതൽ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. അപ്പോൾ ഇതാണ് ആദ്യ ഭാഗത്ത് തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതിന് ശേഷം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ, മുഴുവൻ മനുഷ്യന്മാരെയും പൊതുവായ അള്ളാഹുവിലേക്ക് മുഴുവൻ ക്ഷണിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതായത് അള്ളാഹു ഏകനാണെന്നും സർവ്വലോകങ്ങളുടെയും സൃഷ്ടാവ് അള്ളാഹു ആണെന്നും ഈ ഖുർആനിൻ്റെ തന്നെ മുഴുവൻ ഫോക്കൽ പോയിന്റ്, മെസ്സേജ് അള്ളാഹുവിനുള്ള ഇബാദത്താണെന്നും എന്ന തരത്തിൽ ഈ സൂറത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നിരവധി പ്രവാചകന്മാരുടെയും അവരുടെ സമൂഹത്തെയും അവരോട് എതിർത്ത ആൾക്കാരുടെയും കഥകൾ പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ മുൻകാല സമൂഹത്തിന് സംഭവിച്ചു പോലുള്ള വിപത്തുകൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പാടില്ല എന്ന തരത്തിൽ അന്നത്തെ സമൂഹത്തോടും പിന്നീടുള്ള എല്ലാ സമൂഹത്തോടും ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഈ സൂറത്തിൽ കാര്യങ്ങൾ പരാമർശിക്കുന്നത് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അവിടെ നമുക്ക് ആദം നബി അലൈഹി ഇസ്ലാമുമായും ഹവ്വാ ബീവിയുമായി ബന്ധപ്പെട്ട ബന്ധമാണ്. ആദം നബി അലൈഹി ഇസ്ലാമിനെ എന്തിനാണ് സൃഷ്ടിക്കുന്നത്? ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന നിലയിലാണ് സൃഷ്ടിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഹവ്വയുടെ, അദ്ദേഹത്തിൻ്റെ ഇണയുടെ സംഭവം പറയുന്നുണ്ട്. കാരണം ബിബ്ലിക്കൽ നരേഷനിൽ സ്ത്രീയാണ് ആദി പാപം ചെയ്തത്. ഒറിജിനൽ സിൻ നടത്തുന്നത്, ആദി പാപം ചെയ്യുന്ന സ്ത്രീയാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ പേരെയുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കുറ്റം ചെയ്യുന്നതായി പരാമർശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഭാഗത്ത്, ആദം നബിയുമായി ബന്ധപ്പെട്ട ഭാഗത്ത് ആരാണ് കുറ്റം ചെയ്തതെന്ന് പറയുമ്പോൾ ഒന്നുകിൽ 2 പേർ അല്ലെങ്കിൽ ആദം എന്ന രീതിയിലാണ് പരാമർശിക്കുന്നത്. ഫതലഖ ആദമു മിൻ റബ്ബിഹി കലിമാത്തുൻ ഫതാബ അലൈഹിം, ആദം അലൈഹി ഇസ്ലാം തൗബ ചെയ്യുകയും അള്ളാഹു തൗബ സ്വീകരിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു വിശദീകരണമുണ്ട്. അവിടെ ഹവ്വാ ബീവിയെ പരാമർശിക്കുന്നില്ല, അല്ലെങ്കിൽ 2 പേരെയോ അല്ലെങ്കിൽ ആദമിനെ മാത്രമേ പരാമർശിക്കുന്നു. സ്ത്രീയാണ് ആദ്യ പാപം ചെയ്തതെന്ന് പറയുന്ന ബിബ്ലിക്കൽ നരേഷന് മറുപടി എന്ന നിലയിലും കൂടി നമുക്കിതിൽ കാണാം. അത് മാത്രമല്ല, സ്വർഗത്തിൽ നിന്ന് ബഹിഷ്കരിച്ചു എന്ന് പറയുന്ന ഒരു വാദമാണല്ലോ ബിബ്ലിക്കൽ നരേഷനിൽ. പക്ഷേ ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് പോലും സ്വർഗത്തിനേക്കാളും അപ്പുറം ഭൂമിയിലേക്കാണ് സൃഷ്ടിക്കുന്നത്. അതായത് സ്വർഗത്തിൽ എന്നെന്നും ജീവിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കലായിരുന്നില്ല അത്, പകരം ഭൂമിയിലേക്കാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു മലക്കുകളും തമ്മിലുള്ള സംഭാഷണത്തിൽ ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ, ഭൂമിയിലേക്ക് മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന തരത്തിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്വർഗത്തിൽ നിന്നുള്ള ഭ്രഷ്ട് കൽപ്പിക്കുന്ന, ബോയ്ക്കോട്ട് ചെയ്യുന്ന ഒരു ബിബ്ലിക്കൽ നരേഷന് നേരെ വിരുദ്ധമായ ഒരു വിശദീകരണവും നമുക്ക് ഈ സൂറത്തിൽ കാണാം. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സൂറത്തിൻ്റെ പ്രധാന പോയിന്റ് കിടക്കുന്നത് ബനു ഇസ്രായേൽ സമൂഹത്തെ, പ്രത്യേകിച്ച് യഹൂദന്മാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അവർ കാണിച്ച നിലപാടുകൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് കൊടുത്തിട്ടും അതിനോട് ധിക്കാരപൂർവ്വം അവരുടെ സമീപനങ്ങൾ, അതിൻ്റെ കൂടെ തന്നെ അവർക്കിടയിൽ വന്ന ധാർമ്മികമായ പതനം, മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ സംഭവങ്ങളും അതുപോലെ തന്നെ തൗറയുടെ പാഠങ്ങളും ടീച്ചിങ്സും പരാമർശിച്ചുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആ സമൂഹത്തിനെ തിരുത്താനുള്ള ശ്രമങ്ങളും അവരുടെ തൗറാത്തിൽ അവർ വരുത്തിയ തിരുത്തലുകൾ പ്രത്യേകം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ മുഹമ്മദ് എൻ്റെ നബിയാണെന്നും ആ റസൂലിൽ നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറയുന്ന ഒരു മുന്നറിയിപ്പ് നമുക്ക് ഈ സൂറത്തിൽ കാണാം. അത് നീണ്ട ഒരു ഭാഗത്ത് ഈ ഒരു വിഷയം, അതായത് മൂസാ നബി അലൈഹി ഇസ്ലാമും
അല്ലെങ്കിൽ ബനു ഇസ്രായേലികളുടെ ഒരു ചരിത്രം നീണ്ട ആയത്തുകളിലൂടെ ഇത് പ്രത്യേകം വിശദീകരിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ സൂറത്തിൽ കാണുവാൻ കഴിയുന്നത് അത് ഖിബിലയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലായിരിക്കെ തന്നെ വിശ്വാസികളുടെ ആദ്യ ഖിബില എന്ന നിലയിൽ അത് മസ്ജിദുൽ അഖ്സയിലേക്കായിരുന്നല്ലോ തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖിബില, തൻ്റെ ഖിബില, മുസ്ലിം ലോകത്തിൻ്റെയും ഖിബിലയെല്ലാം അത് ഹറം മസ്ജിദുൽ കാബ തന്നെ ആവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നതും ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു താല്പര്യം പരിഗണിച്ചുകൊണ്ട് തന്നെ ജെറൂസലേമിൽ നിന്ന്, മസ്ജിദുൽ അഖ്സയിൽ നിന്ന് കാബയിലേക്ക് ഖിബില മാറ്റുന്ന ഒരു വിഷയവും നമുക്ക് ഈ സൂറയിൽ പരാമർശിക്കുന്നത് കാണാം. അതിൻ്റെ കൂടെ ഏകദേശം ഹിജിരി 2-ാം വർഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയ്ക്ക് 2-ാം വർഷത്തിനപ്പുറം നിരവധി നിയമങ്ങൾ രൂപപ്പെടുന്നതും ഇതേ സൂറത്തിൽ വിശദീകരിക്കുന്നുണ്ട്. നമസ്കാരം നിർബന്ധമാവുന്നത്, നോമ്പ് നിർബന്ധമാവുന്നത്, സക്കാത്തും ഹജ്ജും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ ഈ സൂറത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എങ്ങനെയാണ് വിവാഹം ഉണ്ടാവേണ്ടത്, വിവാഹത്തിൽ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്, ആ വിവാഹം അത് ബുദ്ധിമുട്ടായി മാറുമ്പോൾ അത് ത്വലാഖ്, ഡൈവോഴ്സിലേക്ക് എത്തുന്ന സാഹചര്യം എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നമുക്ക് ഈ സൂറത്തിൽ കാണാം. അതിൻ്റെ കൂടെ തന്നെ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളും ഈ സൂറത്തിലുണ്ട്. അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണം സൂറ നിസായിലാണുള്ളതെങ്കിൽ പോലും ഈ സൂറത്തിൽ അതിൻ്റെ പരാമർശങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ, വിശ്വാസികളുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിശദമായ ചർച്ച ഈ സൂറത്തിൽ കാണാം. പ്രത്യേകിച്ച് പലിശയെ ഹറാമാക്കുന്ന, അതുപോലെ തന്നെ മനുഷ്യൻ്റെ സാമൂഹിക ഇടപാടുകളിലുള്ള അദബിൻ്റെ, ഒരു ധാർമ്മികതയുടെ, സാമൂഹിക സദാചാരത്തിൻ്റെ അനിവാര്യതയെ, സാന്നിധ്യത്തെ കൂടുതൽ ഈ സൂറത്ത് വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് വിശ്വാസികളുടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എങ്ങനെയാണ് സ്വബ്ർ, ക്ഷമ, സ്ഥൈര്യം, സഹനം അത് ഡെവലപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്വന്തത്തെ കൺട്രോൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു മോറൽ ഇൻറ്റഗ്രിറ്റി രൂപപ്പെടുത്തേണ്ടത് എന്നൊക്കെയും ഈ സൂറത്തിൽ വിവിധ ഭാഗങ്ങളിലൂടെ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ പ്രയാസമുള്ള സാഹചര്യങ്ങളിൽ അത് വെല്ലുവിളികൾ, ഭീഷണികൾ, വലതുബുലുവന്ന, ഖുർആൻ തന്നെ പ്രത്യേകം ഒരു ആയത്തിലൂടെ പറയുന്നുണ്ട്, വിശ്വാസികളോട് നിങ്ങൾ സമ്പത്ത് കൊണ്ടും ധനം കൊണ്ടും മക്കൾ നഷ്ടപ്പെടുന്നത് കൊണ്ടും പലവിധ വിഷയങ്ങൾ കൊണ്ടും നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതായത് പരീക്ഷണത്തിൻ്റെ ഒരു സാന്നിധ്യത്തെ ഈ സൂറത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ജിഹാദുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള ജിഹാദുകളെ ഈ സൂറത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് ഇപ്പോൾ മുജാഹദത്തു നഫ്സ്, സ്വന്തമായി തന്നെ നമ്മുടെ മനസ്സിനോട്, നമ്മുടെ ശരീരത്തോടുള്ള ഒരു മനുഷ്യൻ്റെ ധാർമ്മിക സമരത്തെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റേണലായ ഒരു ഇസ്ലാമിക സമൂഹത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ ഒരു ആംഡ് റെസിസ്റ്റൻസിനെ കുറിച്ചും ഈ സൂറത്തിൽ പല ഭാഗങ്ങളിലും പറയുന്നത് കാണാം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ദാവൂദ് നബി അലൈഹിസ്സലാം ജാലൂത്തിനെതിരെ നടത്തിയ ആ ഒരു യുദ്ധവും ജിഹാദും. അത് ആ ദാവൂദ് നബിയുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് അധർമ്മത്തിനെതിരെ, അസത്യത്തിനെതിരെ ജിഹാദ് എന്ന് പറയുന്നത് വിശ്വാസിയുടെ ഒരു അനിവാര്യ ഘടകം എന്ന നിലയിലും ഈ സൂറത്തിൽ വിശദീകരിച്ച് പറയുന്നത് കാണാം. അതിലൂടെ എങ്ങനെയാണ് വിശ്വാസം രൂപപ്പെടുത്തേണ്ടതെന്നും, എങ്ങനെയാണ് ഡിസിപ്ലിൻ ഉണ്ടാവേണ്ടതെന്നും, അതുപോലെ തന്നെ ഒരു പ്രിസർവറൻസ്, വിജയത്തിലേക്ക് എത്തേണ്ട ഒരാളുടെ ധാർമ്മികമായ ഒരു വിൽ പവറിനെ കുറിച്ചുമെല്ലാം ഈ സൂറത്തിൽ വിശദമായി തന്നെ സംസാരിക്കുന്നുണ്ട്. ഈ സൂറത്തിലെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന നിലയിൽ പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടുന്നത് അത് ആയത്തുൽ കുർസിയാണ്. നമുക്കറിയാം, അല്ലാഹു ലാ ഇലാഹ ഇല്ലഹുൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്ന ആയത്ത് കുർസി, അത് ഈ സൂറ ബഖറയിലെ 255-ാമത്തെ ആയത്താണ്. ഈ ഭാഗത്ത് അള്ളാഹുവിൻ്റെ രാജാധിപത്യത്തെ, അള്ളാഹുവിൻ്റെ ശക്തിയെ, അള്ളാഹുവിൻ്റെ അറിവിനെ കൂടുതൽ വിശദീകരിച്ച് പറയുന്നു. അള്ളാഹു ഒംനിപ്പൊട്ടൻസ് ആണെന്നും എല്ലാത്തിനെയും അടക്കി വാഴുന്ന ഒരാളെന്ന നിലയിലും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തെയും സർവ്വലോകങ്ങളും അള്ളാഹുവിൻ്റെ കയ്യിലാണെന്ന് പറയുന്ന തരത്തിലുള്ള അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ കൂടുതൽ വിശദീകരിച്ച് പറയുന്ന ആയത്ത് കുർസി ഈ സൂറത്തിലാണുള്ളത്. ആയത്ത് കുർസിയുടെ ഒരു പ്രത്യേകതയെക്കുറിച്ച് നിരവധി ഹദീസുകളുണ്ട്. അത് നമസ്കാരത്തിന് ശേഷം ഓതുന്നതിനെക്കുറിച്ചും, അതുപോലെ നിത്യജീവിതത്തിലെ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായി ആയത്ത് കുർസി വിശ്വാസികൾ സ്വീകരിക്കണം എന്നൊക്കെ പറയുന്ന നിരവധി ഹദീസുകളും ഈ ഒരു വിഷയമായി തന്നെ നമുക്ക് കാണാം.
അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ റിബ, അതായത് പലിശയെ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ അത് എതിർക്കുകയും കച്ചവടത്തെ അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ എന്നൊക്കെ പറഞ്ഞ എന്ന തരത്തിൽ കച്ചവടം, അതായത് സാധുവായ രീതിയിൽ നിയമപരമായ രീതിയിൽ ഹലാലായ അനുവദനീയമായ രീതിയിൽ കച്ചവടവും അതിലുണ്ടാവുന്ന ലാഭങ്ങളും അനുവദനീയമാണെന്നും, എന്നാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പണിയെടുക്കാതെ ആൾക്കാരെ കുതന്ത്രങ്ങളിലൂടെ ഈ പണം സ്വരൂപിക്കുന്ന ആ പലിശ എന്ന് പറയുന്നത് അത് പൈശാചികമാണ് എന്ന തരത്തിലുള്ള വിശദീകരണം നമുക്ക് ഈ സൂറത്തിൽ കാണാം. അപ്പോൾ ഈ സൂറത്തിൻ്റെ നിരവധി ചർച്ചകൾ, ഞാൻ പറഞ്ഞു വരുന്നത് സൂറത്തിൻ്റെ പൊതുവായ ചില കാര്യങ്ങൾ മാത്രമാണ്. നിരവധി വിഷയങ്ങൾ ഈ സൂറത്തിലുണ്ട്. അതിലെ പ്രധാനമായും പാഠങ്ങൾ, മെസ്സേജുകൾ എന്താണ്? ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുർആനിൻ്റെയും അതിൻ്റെ പഠനങ്ങളിലൂടെ അത് ഒരു മനുഷ്യൻ്റെ ആധ്യാത്മിക വിഷയങ്ങളിലും സാമൂഹികമായ കാര്യങ്ങളിലും ഒരാളുടെ ധാർമ്മിക കാര്യങ്ങളിലും എല്ലാം ഈ സൂറത്ത് അടിസ്ഥാനമായി മാറുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ തൗഹീദ് എന്നത് ഏകദൈവ വിശ്വാസത്തിൽ ശക്തമായ വിശദീകരണം നമുക്ക് ഈ സൂറത്തിൽ കാണാം. അള്ളാഹുവിൽ കൂടുതൽ അവലംബിക്കേണ്ടതും പ്രാർത്ഥനകളിലൂടെയും സംഭാവനകൾ, ചാരിറ്റിയിലൂടെയും സ്വബറിലൂടെയും സ്ഥൈര്യം, സഹനം, ക്ഷമയിലൂടെയും അള്ളാഹുവിനെ കൂടുതൽ അവലംബിക്കേണ്ട ഒരു പ്രത്യേകത ഈ സൂറത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അള്ളാഹുവിൻ്റെ വചനങ്ങളെ, ഈ വഹീനെ അത് വളരെ സീരിയസ്നെസ്സോടുകൂടി അത് സ്വീകരിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെയും മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെയും ഉദാഹരണം പറയുന്നത്. കാരണം ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ പരീക്ഷണത്തിൽ പോലും അദ്ദേഹം ആ പരീക്ഷണത്തിൽ അകപ്പെടുന്ന കാര്യം നമുക്ക് ഈ സൂറത്തിൽ പറയുന്നുണ്ടല്ലോ. ഞാൻ നേരത്തെ അത് വിശദീകരിച്ചിരുന്നു. അപ്പോൾ അത് ദൈവിക വചനങ്ങളെ അനുഗമിക്കേണ്ട, ഫോളോ ചെയ്യേണ്ട അനിവാര്യതയെ, പ്രാധാന്യത്തെ ഈ സൂറത്ത് പ്രത്യേകം എടുത്തുകാട്ടുന്നു. അതിന് ഉദാഹരണം എന്ന നിലയിൽ ഇസ്രായേലി സമൂഹത്തെ, ബനു ഇസ്രായേലി സമൂഹത്തെ, പ്രത്യേകിച്ച് യഹൂദരുടെയും ഈ ചില ഭാഗത്ത് ക്രിസ്ത്യൻസിനെയും ഉൾക്കൊള്ളിക്കുന്നത് കാണാം. അവർക്ക് മുമ്പിൽ വന്ന, അവരുടെ കയ്യിൽ വന്ന ദൈവിക പാഠങ്ങളോടുള്ള അവരുടെ സമീപനത്തെയും അതിൽ നിന്നുള്ള തെറ്റിപ്പോകലിനെയും പരാമർശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നത് അത് എൻകറേജ് ചെയ്യുന്ന, അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന, അത് നിർബന്ധമാക്കുന്ന ഒരു ഭാഗവും നമുക്ക് കാണാം. അതുപോലെ തന്നെ നിയമപരമായ വിഷയങ്ങളുണ്ട്, ഫാമിലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ പറയുന്നു. ഒരു സോഷ്യൽ കണ്ടക്റ്റ് അത് എങ്ങനെ ഉണ്ടാവണമെന്നും, അതിലൂടെ തന്നെ സമൂഹത്തിലൊരു നീതി, സമൂഹത്തിൽ ഹാർമണി, ജസ്റ്റിസ് അതെങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്നൊക്കെയും തരത്തിലുള്ള വിശദീകരണങ്ങൾ ഈ സൂറത്തിലുണ്ട്. ഒരു ബ്ലൈൻഡായ റിച്വൽസ്, കണ്ണടച്ചുകൊണ്ട് ഒരു അർത്ഥമില്ലാത്ത കുറച്ച് ആചാരാനുഷ്ഠാനങ്ങളെക്കാളും അപ്പുറം കൂടുതൽ ധാർമ്മികവുമായ, അതായത് കരുണ നിറഞ്ഞ, കമ്പാഷൻ ഉള്ള സൽക്കർമ്മങ്ങളിലൂടെയാണ് ഒരാളുടെ ഭക്തി നിലനിൽക്കുന്നത് എന്ന് ഈ സൂറത്തിൽ പഠിപ്പിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഒരാളുടെ ആരോഗ്യം സംസാരിക്കുക, സമൂഹത്തിൻ്റെ ആരോഗ്യം, അവരുടെ യൂണിറ്റി, അവരുടെ ഇൻറ്റഗ്രിറ്റി, ഇതൊക്കെയും നിലനിൽക്കേണ്ട ആവശ്യകതയെ പറയുന്നു. അതിനെതിരെ നിൽക്കുന്ന ഗാംബ്ലിങ് പോലുള്ള, പലിശ പോലുള്ള കാര്യങ്ങളെ ഹറാമാക്കുന്ന ചർച്ചയും നമുക്ക് ഈ സൂറത്തിൽ കാണാം. ഇങ്ങനെ വളരെ വിശദമായ ചർച്ചകളാണ് ഈ സൂറത്തിലുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ സൂറത്തിൻ്റെ അവസാനം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഒരാളെ ഇങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, ഒരാളുടെ വിശ്വാസത്തിൽ എന്തൊക്കെയാണ് അനിവാര്യമായും വരേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി വൽ മുഅ്മിനൂൻ. പ്രവാചകനും, അതായത് റസൂലിൻ്റെ കൂടെയുള്ള വിശ്വാസികളുമെല്ലാം അള്ളാഹുവിൽ നിന്ന് എന്തൊക്കെ അവതരിച്ചിട്ടുണ്ടോ അതിലൊക്കെ വിശ്വസിക്കുന്നവരാണ്. കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി. എല്ലാവരും അള്ളാഹുവിൽ വിശ്വസിച്ചു, അവൻ്റെ മലക്കുകളിലും അവൻ്റെ കിതാബുകളിലും അവൻ്റെ മുർസലീങ്ങളിലും ദൂതന്മാരിലും വിശ്വസിക്കുന്നു. എന്നിട്ട് അവരുടെ ഒരു പൊതു സ്വഭാവം എന്ന നിലയിൽ അള്ളാഹു പറയുന്നത്, ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റുസുലി. ഒരു നബിമാർക്കിടയിലും വിവേചനം കൽപ്പിക്കുന്നവരല്ല നമ്മൾ എന്നാണ് വിശ്വാസികൾ പറയുക. വിശ്വാസികൾ പറയുന്ന, ഖാലു സമിഅന വ അതഅന ഗഫ്റാനക റബ്ബന വ ഇലൈക്കൽ മസീർ. ഈ വിശ്വാസികൾ പറയുന്നത്, ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരാണ്, എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതിനോട് മഗ്ഫിറത്ത് ചോദിക്കുന്നവരാണ്, പടച്ചവനെ നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം എന്ന് വിശ്വാസികൾ ഏറ്റു പറയും.
എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് അള്ളാഹു പറയുന്നത്, ഒരു മനുഷ്യനും അവന് കഴിയാത്തത് അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ലഹാ മാ കസബത്ത് അലൈഹാ മക്തസബത്ത്. അതായത് എന്താണോ അവർ സമ്പാദിച്ചത് അത് അവർക്ക് ലഭിക്കുന്ന തരത്തിലായിരിക്കും ഉണ്ടാവുക. ഒരു വിശ്വാസികൾ പ്രാർത്ഥനയും അള്ളാഹു ഉൾക്കൊള്ളിക്കുന്നുണ്ട്. വിശ്വാസി എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? വിശ്വാസി പ്രാർത്ഥിക്കുന്നത് റബ്ബന ലാ തുആഖിദ്ന ഇൻ നസീന ഔ അഖ്തഅന. ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ടത്, പടച്ചവനെ, ഞങ്ങൾ എന്തെങ്കിലും മറന്നു പോയാൽ, ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ ഞങ്ങൾ അതിൻ്റെ പേരിൽ ഞങ്ങളെ പിടികൂടല്ലേ, ശിക്ഷിക്കല്ലേ. റബ്ബന തഹ്മിൽ അലൈന ഇസ്രൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിന. ഞങ്ങൾക്ക് മുമ്പുള്ളവരെ ഏൽപ്പിച്ചതുപോലുള്ള ഭാരം ഞങ്ങളെയും പടച്ചവനെ നീ ഏൽപ്പിക്കല്ലേ. റബ്ബന വലാ തുഹമ്മിൽനാ മാലാ ത്വാഖത ലനാ ബിഹി. പടച്ചവനെ, ഞങ്ങൾക്ക് കഴിയാത്തത് നീ ഞങ്ങളെ ഏൽപ്പിക്കല്ലേ, ഭരമേൽപ്പിക്കല്ലേ. വാഫു അന്ന, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, ഞങ്ങൾക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു തരണമേ. വാഫിർ ലന, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. വർഹംന, നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. അൻത മൗലാന, നീയാണ് ഞങ്ങളുടെ മൗല, ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ആൾ. ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. കാഫറുകളായ, ദൈവനിഷേധികളായ സമൂഹത്തിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു ഉപകാരവും ചെയ്യാത്ത കാഫറുകളായ ആൾക്കാർക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. ഈ പ്രാർത്ഥനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരാൾ കിടന്നുറങ്ങുമ്പോൾ ഇത് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങണം, അല്ലെങ്കിൽ നമസ്കാരത്തിന് ശേഷം, അങ്ങനെ വിവിധ മേഖലകളിലെല്ലാം ഈ പ്രാർത്ഥന സജീവമായി വിശ്വാസികൾ നിലനിർത്തണമെന്ന് നമുക്ക് ഈ സൂറത്തിൽ പറയുന്നത് കാണാം. അപ്പോൾ ഇതിനുമായി ബന്ധപ്പെട്ട വിവിധ വിശദീകരണങ്ങളും നമുക്ക് ഹദീസുകളിലും കൂടി ഉണ്ട്. ഞാൻ പറയുന്നത് ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് ഈ ആയത്തുകളെ അല്ലെങ്കിൽ ഈ സൂറത്തിനെ മനസ്സിലാക്കേണ്ടത്. ഇത്രത്തോളം വളരെ വിശദമായ, വളരെ വിശാലമായ കാര്യങ്ങളാണ് ഈ സൂറത്തിലുള്ളത്. സൂറത്തിൻ്റെ തുടക്കം തന്നെ ആരാണ് വിശ്വാസി എന്നും ആരാണ് മുത്തഖി, ജാഗ്രതയും സൂക്ഷ്മതയും പുലർത്തുന്നത് എന്നും പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളെ വിശദീകരിക്കുന്നു. ഈ സൂറത്തിൻ്റെ അവസാനം ഒരു വിശ്വാസി എന്നത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് അവൻ്റെ കാഴ്ചപ്പാടുകൾ നിലനിർത്തേണ്ടത്, അവൻ്റെ അടിസ്ഥാന സ്തംഭങ്ങൾ എന്താണ് എന്നും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അതായത് സൂറത്തിൻ്റെ തുടക്കവും വിശ്വാസത്തെക്കുറിച്ച് തന്നെയാണ്, സൂറത്തിൻ്റെ അവസാനവും വിശ്വാസത്തിനെ കുറിച്ചിട്ടാണ്. ഒരു വിശ്വാസി എന്ന് പറയുന്നത് സാമുദായികതയെ അല്ലെങ്കിൽ എൻ്റെ നബി, എൻ്റെ ഖുർആൻ എന്ന് പറയുന്നവനല്ല. മുൻകാല നബിമാരെയും അംഗീകരിക്കുകയും അവരെ അംഗീകരിക്കുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാക്കി മാറ്റുകയും ചെയ്യണമെന്ന് ഖുർആൻ പ്രത്യേകം പറയുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. അത് മാത്രമല്ല, ഒരു വിശ്വാസിയുടെ മാനസിക ഘടനയെ ഈ ഖുർആൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതായത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ എല്ലാവർക്കും തെറ്റുകൾ പറ്റാം, മറവികൾ സംഭവിക്കാം. വിശ്വാസി, അള്ളാഹു നമ്മളോട് തന്നെ പറയാണ്, വിശ്വാസിയോട് പറയുന്നത്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കേണ്ട രീതി എന്ന് പറയുന്നത്, പടച്ചവനെ, ഞങ്ങൾക്ക് എന്തെങ്കിലും മറന്നു പോയാൽ, എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ ഞങ്ങളെ പിടിക്കല്ലേ എന്നാണ്, ഞങ്ങൾക്ക് അധിക ഭാരം ഏൽപ്പിക്കല്ലേ എന്നാണ്, ഞങ്ങൾക്ക് കഴിയുന്നത് മാത്രമേ ഞങ്ങളെ ഏൽപ്പിക്കാൻ പാടുള്ളൂ എന്ന് പ്രാർത്ഥിക്കണമെന്നാണ് അള്ളാഹു വിശ്വാസിയോട് പറയുന്നത്. അത് മാത്രമല്ല, വിട്ടുവീഴ്ച ചെയ്യുവാനും പുറത്തു തരുവാനും കരുണ ചെയ്യുവാനും നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ദുഷ്ടന്മാരായ ആൾക്കാർക്കെതിരെ ഞങ്ങൾക്ക് ശക്തിയും സഹായവും നൽകണം എന്നും കൂടി വിശ്വാസികൾ പ്രാർത്ഥിക്കണമെന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. ഇങ്ങനെ വളരെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിശ്വാസിയെ മക്കയുടെ കാലത്തിൽ 1-2 ആയത്തുകളും പിന്നീട് മദീനയിലെ 10 വർഷം നീണ്ടു നിൽക്കുന്ന കാലഘട്ടത്തിൽ ഇറങ്ങിയ സൂറത്താണ് ഈ സൂറത്ത്. ഈ സൂറത്തിലൂടെ വിശ്വാസി അവൻ്റെ നിത്യജീവിതത്തിലുണ്ടാവുന്ന കാര്യങ്ങൾക്കൊരു മറുപടി എന്ന നിലയിൽ, അതുപോലെ തന്നെ വിവിധ നിയമങ്ങൾ ബാധകമാക്കിക്കൊണ്ടും ഈ വിഷയത്തിലുണ്ട്. ഈ സൂറത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ, ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, അതുപോലെ പ്രതിക്രിയ, ഒരാൾ എന്തെങ്കിലും ക്രൂരത കാണിച്ചാൽ അവരോടുള്ള മറുപടി എന്താവണം, അങ്ങനെയുള്ള വിവിധ വിഷയങ്ങളും ഈ സൂറത്തിലുണ്ട്. സൂറ അൽ ബഖറ പഠിക്കുന്നതോടുകൂടി തന്നെ അത് ഒരുപാട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അനിവാര്യമായി ഉണ്ടാവേണ്ട പല നിയമങ്ങളും ഒന്നിച്ച് കൈക്കിട്ടും എന്നതും കൂടാണ് ഈ സൂറയുടെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഈ സൂറയ്ക്ക് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിപ്പിക്കാനുണ്ടാവും. ഒരു വിശ്വാസി എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനും ദീനിനെ അടുത്തറിയാനും
മുൻകാല സമൂഹങ്ങളുടെ പരിണതി, അവർക്ക് സംഭവിച്ച പ്രശ്നങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനും ഈ സൂറത്ത് നമ്മെ സഹായിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.